ഒരു രാഷ്ട്രീയം കൊണ്ടുവരാനൊക്കെ ആ രാഷ്ട്രീയമൊന്നും ഇവിടെ നടക്കില്ല. ആ രാഷ്ട്രീയമൊന്നും നമ്മൾ അംഗീകരിക്കുന്ന രാഷ്ട്രീയമല്ല. ഇവർ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പിന്നെ RSSനെ മറയാക്കുന്നുണ്ട്. ഇതൊന്നും ശരിയുള്ള കാര്യങ്ങളല്ല. അതൊന്നും ഇവിടെ നടക്കത്തില്ല. ഇതൊരു മഹാനായ മഹാത്മാ അയ്യങ്കാളി വന്നു, അദ്ദേഹം ഗുരുവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ജാതി മതത്തിന് അതീതമായി ചിന്തിച്ചിരുന്ന ഒരു സന്യാസിയുടെ തലമുറയിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിന് അന്ന് ആർജിക്കാൻ കഴിഞ്ഞ ഒരു സ്വത്ത് ആശ്രമമാണിത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു നടപടിയും ഈ നാട്ടിൽ അനുവദിക്കത്തില്ല. പോലീസിൻ്റെ ഭാഗത്ത് ഇതൊരു അപകടകരമായ സൂചനയാണ്. എൻ്റെ അടുത്ത ഭയം എന്ന് പറയുന്നത് ഒരു പിന്തുടർച്ച അവകാശിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി എനിക്കറിയാൻ കഴിഞ്ഞത് ഈ മുതിർന്ന സ്വാമി കൊല്ലം ജില്ലാ കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ അപേക്ഷയിൽ ഈ പറയുന്ന കയറിയിരിക്കുന്ന 2 തരികിട പാർട്ടികളിൽ ആരെയും ഒരാളെ വയ്ക്കാനുള്ള പരിപാടിയാണ്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന സ്വാമിയെ മാറ്റിയിട്ട് ഇവരെ വയ്ക്കുകയാണ്. ഇവരെ വെച്ച് കഴിഞ്ഞാൽ ഈ മുതിർന്ന സ്വാമി ജീവനോടെ ഉണ്ടാകുമെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ സ്വാമിയുടെ ജീവനും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ആ സ്വാമിയെ രക്ഷിക്കുക. മുതിർന്ന സ്വാമി 90 വയസ്സായ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ്. അദ്ദേഹത്തെ രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാൻ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. ഇവിടെ നടക്കുന്ന ചില ചലനങ്ങൾ എനിക്ക് സൂചന കിട്ടുകയും അങ്ങനെ ചില വോയിസ് റെക്കോർഡുകളും ചില വീഡിയോ ഒക്കെ കിട്ടിയ കൂട്ടത്തിലാണ് ഈ ചിക്കൻ കറി വയ്ക്കുന്ന ആളിനെ ഇവിടെ അവരോധിച്ചതെന്ന് മനസ്സിലായി. ഇത് തട്ടിയെടുക്കാനുള്ള ശ്രമം മുൻപ് തന്നെയുണ്ട്. എന്നെ സമീപിച്ചതാണ്. ഇത് തട്ടിയെടുക്കാൻ എന്താ സാഹചര്യം ഞാൻ പറഞ്ഞു, ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കസ്റ്റഡി ചെയ്യുന്നതാണ്. ഇതിനെപ്പറ്റി ആരും ചിന്തിക്കേണ്ട. ഈ പറയുന്ന ആളിനെ ഒരു കാവ്യ വേഷമൊക്കെ ഇട്ട ഒരാൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ കറി വെച്ച ആളിനെ പിന്നെ അതെല്ലാം ഊഴി വെച്ചിട്ട് വീണ്ടും പോയി ഇപ്പോൾ മുട്ടയടിച്ചു വിടുന്നപ്പോൾ ഈ വിവരങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഈ സ്ഥലത്തെ MLA എന്നുള്ള നിലയിൽ ഞാൻ ഈ സ്വാമിമാരെ 2 പേരെയും വിളിച്ചു. പക്ഷെ വരാൻ തയ്യാറായില്ല. ഈ വന്ന ആളിനെതിരെ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി, ഒരു സ്ത്രീ കൊടുത്ത പരാതിയുണ്ട്. ആ പരാതിയിന്മേൽ ഇന്ന് നടപടിയെടുത്തു എന്ന് എനിക്കറിയില്ല. ഇയാൾ പോവാതിരിക്കുകയായിരുന്നു. മഠാധിപതി വിടുന്നില്ലെന്ന് പറഞ്ഞത്. മഠാധിപതിയുടെ കാര്യമാണ് ഇപ്പോൾ അപകടത്തിലാവാൻ പോകുന്നത്. ഈ എഴുതി മാറ്റിയാൽ ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയുടെ അനുവാദം വാങ്ങി ഇത് എഴുതി വേറൊരു ഇരിക്കുന്ന പേപ്പർ എടുത്തിട്ട് വേറൊരു പിന്തുടരാവകാശി പ്രഖ്യാപിച്ചാൽ പിന്നെ സ്വാമിയുടെ ആയുസ്സിൻ്റെ നീളത്തെക്കുറിച്ച് എല്ലാവരും സംശയം. വളരെ അപകടകരമാണ്. നമ്മളത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. മുതിർന്ന സ്വാമിയുടെ ജീവനും അപകടത്തിലാണ്. ഇപ്പോൾ ഇവിടെ ഇല്ല, ഇപ്പോൾ മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ നമ്മളെല്ലാവരും വന്നപ്പോൾ മാറിക്കളഞ്ഞു. ഈ സ്വാമി ഇവിടെ കൊണ്ടുപോയി നമ്മൾ അന്വേഷിക്കണം. ഇവിടെ ജയചന്ദ്രൻ എന്നൊരാൾ കയറി പറ്റിയിട്ടുണ്ട്. എന്തോ മാനേജർ ഇവിടെ ഉണ്ട്. വേറൊരാളുണ്ടല്ലോ, രാധാകൃഷ്ണൻ. ജയചന്ദ്രനാണ് മാനേജർ. ഈ 3 പേര് ജയചന്ദ്രനും PR എന്ന പേരിൽ സ്വയം PR ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാധാകൃഷ്ണൻ ഇവിടെ കയറിയിട്ടുണ്ട്. രാധാകൃഷ്ണൻ്റെ പേരിൽ എത്ര ക്രിമിനൽ കേസ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇവരൊക്കെയാണ് ആശ്രമം നന്നാക്കാറ്. ഇത് കച്ചവടമാണ്. ഇവിടെ റിസോർട്ട് ഉടമ വരാറുണ്ട്. അദ്ദേഹം ഇവർക്കെല്ലാം പണം കൊടുക്കാറുണ്ട്. അതും പോലീസ് അന്വേഷിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറയാം. വളരെ മോശമായ നിലയിൽ ഇത് പോകുമെന്ന് അറിഞ്ഞു. പക്ഷേ ഇന്ന് സ്വാമി ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ രംഗത്ത് വന്നത്. റബ്ബർ വെട്ടിക്കൊണ്ട് പോകാൻ മാനേജർ ജയന്തൻ ഇവിടെയുണ്ട്. പുള്ളിക്കെതിരെ കേസുണ്ട്. ഇവർ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്വാമിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ജയചന്ദ്രനും സ്വാമിക്കും ഈ ഇപ്പം പരിക്കേറ്റ സ്വാമിക്കും ഹൈക്കോടതി പ്രൊട്ടക്ഷൻ ഉള്ളവരാണ്. ഈ മാനേജർ അതിനകത്ത് കയറ്റുന്നില്ല. ഈ PR എന്ന് പറയുന്ന ആളെ കണ്ട് പോസ്റ്റ് ഇവിടെ ഇല്ല. ആരും നിയമിച്ചിട്ടില്ല. സ്വയം അദ്ദേഹം പ്രഖ്യാപിക്കണം. അയാളുടെ പേരിൽ 10-12 ക്രിമിനൽ കേസുകൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലുണ്ട്. കോടതി വെച്ചതാണ് ഈ മാനേജറെ. ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരു PR റിസീവറാണ് ചെയ്യേണ്ടത്. റിസീവർ PR ഒന്നും വെച്ചിട്ടില്ല. അയാൾ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ. അയാൾ പല ക്രിമിനൽ കേസ്, അതും പോലീസ് അന്വേഷിക്കണം, പല ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഇതിനു മുമ്പ്. ഇവരൊക്കെയാണ് ഇവിടെ ഈ ആശ്രമം സംരക്ഷിക്കാൻ കയറിയിരിക്കുകയാണ്. ഇത് അപകടമാണ്. സ്വാമിമാരുടെ ഒരു സ്വാമി ആക്രമിക്കട്ടും മറ്റേ സ്വാമിയുടെ ജീവനും ഭീഷണിയുണ്ട് എന്ന് ആണ് എൻ്റെ ഒരു മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. നാട്ടുകാർക്ക് അതിന് ആശങ്കയുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് മുഖ്യമന്ത്രിക്ക് പരാതി ഇന്ന് കൊടുക്കും. എൻ്റെ പരാതി ഉണ്ടാകും, നാട്ടുകാരുടെ പരാതി മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കൈമാറും. പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇക്കാര്യത്തിൽ ഒരാളെയും ഈ വ്യാജന്മാരെ ഒന്നും ഇതിനകത്ത് നിർത്താൻ പോലീസ് അനുവദിക്കരുതെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്.